ഹലോ മൈ ബ്യൂട്ടിഫുൾ ലവേഴ്സ്. അപ്പോൾ ഇന്ന് വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അമ്പാടിക്ക് റിച്ചിന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മുന്നത്തെ ഷോർട്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവൻ എന്ത് പറഞ്ഞാലും ഈ റംബൂട്ടാൻ റംബൂട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും. അവനിങ്ങനെ സീസൺ അനുസരിച്ചാണ് ഇഷ്ടങ്ങൾ. റംബൂട്ടാൻ്റെ സീസൺ ആകുമ്പോൾ റംബൂട്ടാൻ ഇഷ്ടമാണ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണ്, അതുപോലെ ഞാവൽപ്പഴത്തിൻ്റെ സീസൺ ആകുമ്പോൾ അത് ഇഷ്ടമാണ്. അങ്ങനെയാണ് അമ്പുവിൻ്റെ കാര്യം. അപ്പോൾ അവൻ കുറേ ദിവസമായി പറയുന്നത് റംബൂട്ടാൻ വേണം. പക്ഷേ ഇതൊന്നും അത്ര ഫ്രഷ് അല്ല കേട്ടോ, കുറേ ഇങ്ങനെ വാടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടുമില്ല, മേടിച്ചിട്ടുമില്ല. പിന്നെ ആ കടയത്തെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഈന്തപ്പഴമാണെന്ന്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് ഭയങ്കര ചവർപ്പായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ആൾക്കാർ എങ്ങനെ കഴിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരു മുന്തിരിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ട്. പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ, കാരണം അത് നമ്മൾ കഴിച്ച് നോക്കാത്ത സാധനം വാങ്ങിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് ഗ്രീൻ ആപ്പിളാണ് വാങ്ങിച്ചത്. ഗ്രീൻ ആപ്പിളല്ല, നോർമൽ ആപ്പിളാണ്, പക്ഷേ ചെറിയ സൈസ്. ഇത് ഭയങ്കര മധുരമാണ് കേട്ടോ, മറ്റേ വലിയ ആപ്പിളിനേക്കാളും നല്ല മധുരമാണ് ഇത് കഴിക്കാൻ. ഇപ്പം ഇവിടെ പാലക്കാട് നിപ്പ രോഗമൊക്കെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആരും അങ്ങനെ അധികം ഫ്രൂട്ട്സ് ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നൈസ് ബേക്കറിൽ പോയിട്ട് റിച്ചിന് 2 വെജിറ്റബിൾ പപ്സ് വാങ്ങിച്ചു കേട്ടോ. അവനിപ്പോൾ എഗ് പപ്സ് ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, വെജിറ്റബിൾസാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.